PSC എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഭരണഘടനാ ലിസ്റ്റുകളിൽ സംസ്ഥാന ലിസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. യൂണിയൻ ലിസ്റ്റിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. വീഡിയോ കാണാത്തവർ കാണണം. അപ്പോൾ നമുക്ക് നോക്കാം സംസ്ഥാന ലിസ്റ്റ്. കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് സംസ്ഥാന ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. നോട്ട് ചെയ്യുക, കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് സംസ്ഥാന ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. ആദ്യം 66 വിഷയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നിലവിൽ 61 വിഷയങ്ങളാണ് സംസ്ഥാന ലിസ്റ്റിലുള്ളത്. നോട്ട് ചെയ്യാം, ആദ്യം 66 വിഷയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ 61 വിഷയങ്ങളാണ് സംസ്ഥാന ലിസ്റ്റിലുള്ളത്. 1976 42-ാം ഭേദഗതിയിലൂടെ സംസ്ഥാന ലിസ്റ്റിലുണ്ടായിരുന്ന 5 വിഷയങ്ങൾ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റി. നോട്ട് ചെയ്യുക, 1976 42-ാം ഭേദഗതിയിലൂടെ സംസ്ഥാന ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 5 വിഷയങ്ങൾ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റി. സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ആർക്കാണ്? സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. എന്നാൽ ആർട്ടിക്കിൾ 249 പ്രകാരം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദേശീയ താൽപ്പര്യം മുൻനിർത്തി സംസ്ഥാന ലിസ്റ്റിലെ വിഷയത്തിൽ നിയമനിർമ്മാണം നടത്താൻ പാർലമെൻറ്റിന് അധികാരമുണ്ട്. നമുക്ക് നോക്കാം ഇനി സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കൃഷി. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് കൃഷി, പോലീസ്, ജയിൽ, പ്രാദേശിക ഗവൺമെൻറ്, പൊതുജനാരോഗ്യം. നോട്ട് ചെയ്യുക, കൃഷി, പോലീസ്, ജയിൽ, പ്രാദേശിക ഗവൺമെൻറ്, പൊതുജനാരോഗ്യം, മദ്യ നിയന്ത്രണം, ഭൂമിയിലുള്ള അധികാരങ്ങൾ, വ്യാപാരവും വാണിജ്യവും, മൃഗസംരക്ഷണം, സംസ്ഥാന പബ്ലിക് സർവീസുകൾ, ക്രമസമാധാനം, ജലസേചനം, തദ്ദേശ സ്വയംഭരണം, ലൈബ്രറി. ക്രമസമാധാനം, ജലസേചനം, സംസ്ഥാന പബ്ലിക് സർവീസുകൾ, തദ്ദേശ സ്വയംഭരണം, മ്യൂസിയം, തിയേറ്ററുകൾ, അതുപോലെ ലൈബ്രറി. ഏതൊക്കെയാണ്? തദ്ദേശ സ്വയംഭരണം, മ്യൂസിയം, തിയേറ്ററുകൾ, ലൈബ്രറി, സംസ്ഥാന പൊതുകടം, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ലാൻഡ് റവന്യൂ, ടോളുകൾ, കാർഷികാദായ നികുതി, വാഹന നികുതി, സത്രങ്ങൾ, പന്തയവും ചൂതാട്ടവും, ഭൂനികുതിയും കെട്ടിട നികുതിയും, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ, വാഹന നികുതി, മൂലധന നികുതികൾ, സത്രങ്ങൾ, മത്സ്യബന്ധനം, കാർഷികാദായ നികുതി, മൂലധന നികുതികൾ, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ, ഭൂനികുതിയും കെട്ടിട നികുതിയും, വാഹന നികുതി, സത്രങ്ങൾ, ലാൻഡ് റവന്യൂ, ടോളുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന പൊതുകടം തുടങ്ങിയവയെല്ലാം സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് സംസ്ഥാന ലിസ്റ്റാണ്. കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് സംസ്ഥാന ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. ആദ്യം 66 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. നിലവിൽ 61 വിഷയങ്ങളാണ് സംസ്ഥാന ലിസ്റ്റിൽ ഉള്ളത്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.